ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോകം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ വിജയങ്ങളും നേട്ടങ്ങളുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് നമ്മെ വിലയിരുത്തുന്നത്. കുറ്റബോധത്തിൽ തകർന്നവരെ പരാജയപ്പെട്ടവരെന്നാണ് ലോകം വിളിക്കുന്നത്. എന്നാൽ വീണ്ടെടുക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും യോഗ്യത നേടിയ വ്യക്തികളായിട്ടാണ് പരാജയപ്പെട്ടവരെ ദൈവം കാണുന്നത്. ജീവിതത്തിലെ പാപവീഴ്ചകൾ മൂലം കുറ്റബോധം, പരാജയം, ആത്മനിന്ദ, നിരാശ തുടങ്ങിയ വൈകാരിക കോളിളക്കങ്ങളിൽ അസ്വസ്ഥരായിരിക്കുന്നവർക്കുള്ള ദാവീദിന്റെ സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ്. സങ്കീർത്തനം 51:17. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ്. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അവിടുന്ന് നിരസിക്കുന്നില്ല. ഹൃദയം നുറുങ്ങിയവർക്കുള്ള ദൈവത്തിൻ്റെ 4 സാന്ത്വന വാഗ്ദാനങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. 1. ജീവിതത്തിലെ തകർച്ച ദൈവസന്നിധിയിലേക്കുള്ള വാതിലാണ്. ദാവീദ് രാജാവ് ഈ സങ്കീർത്തനം എഴുതിയത് വലിയ പാപ വീഴ്ചയ്ക്ക് ശേഷമാണ്. അവൻ രാജാവായിരുന്നു, ശക്തനായിരുന്നു. പക്ഷേ പാപം അവനെ തകർത്ത് കളഞ്ഞു. തൻ്റെ പാപത്തിൻ്റെ വൻകടം വീട്ടുവാൻ യാഗങ്ങളും മതത്തിൻ്റെ ചടങ്ങുകളും മതിയാവില്ലെന്നും ദൈവം അന്വേഷിക്കുന്നത് പശ്ചാത്താപത്താൽ നുറുങ്ങിയ ഹൃദയമാണെന്നും ദൈവത്തിൻ്റെ പ്രിയ മാനസനായ ദാവീദ് മനസ്സിലാക്കി. പിന്നെ ഒട്ടും താമസിച്ചില്ല. അദ്ദേഹം സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് രാജകീയ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അനുതാപ വസ്ത്രം ധരിച്ചു. പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അവന് പാപക്ഷമ നൽകി. പാപവീഴ്ചകൾ സംഭവിക്കുന്നവരെ ലോകം തള്ളിക്കളയും. എന്നാൽ ദൈവം അവരെ ചേർത്ത് നിർത്തും എന്നാണ് തിരുവചനം വെളിപ്പെടുത്തുന്നത്. യെശയ്യാപ്രവചനം 57:15. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളിച്ചെയ്യുന്നു: ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. അത്യുന്നതനായ ദൈവം താഴെ ഭൂമിയിൽ പശ്ചാത്താപത്തോടും കുറ്റബോധത്തോടും കൂടി ഹൃദയം നുറുങ്ങിക്കരയുന്നവരുടെ അരികിലെത്തും. ആഴങ്ങൾ തേടുന്ന ദൈവം നമ്മുടെ സ്വന്തം പിതാവായിരിക്കുന്നത് എത്ര ഭാഗ്യമാണ്, അല്ലേ? വീണ് കരയുന്ന കുഞ്ഞിൻ്റെ അടുക്കൽ അമ്മ ഓടിയെത്തി സാന്ത്വനിപ്പിച്ച് മുറിവുകളിൽ മരുന്ന് പുരട്ടും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സമീപനവും. നമ്മുടെ ജീവിതത്തിലെ പാപവീഴ്ചകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല, മറിച്ച്
മാനസാന്തരത്തോടെ ദൈവത്തെ വിളിക്കുന്നവരുടെ അടുക്കലേക്ക് കരുണാമയനായ കർത്താവ് കടന്നു ചെല്ലും. രണ്ടാമത്, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടാക്കുന്ന പശ്ചാത്താപവും ഹൃദയ തകർച്ചയും നമ്മെ നശിപ്പിക്കാനല്ല, മാനസാന്തരത്തിലേക്ക് നയിക്കുവാനാണ്. പാപവീഴ്ചയിൽ സാത്താൻ മനസ്സിൽ നിരാശയുടെ ശൈത്യക്കൊടുങ്കാറ്റ് ഉയർത്തും. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിലേക്ക് തിരിയാനും മാനസാന്തരപ്പെടുവാനും നമ്മിൽ പാപബോധമുണ്ടാക്കും. പ്രതിസന്ധികളുടെ സമയത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റ് ചെയ്ത യൂദാസിനും പത്രോസിനും കുറ്റബോധമുണ്ടായി. അതൊരു നല്ല കാര്യമാണ്. എന്നാൽ കുറ്റബോധമുണ്ടായപ്പോൾ യൂദാസ് മരണത്തിലേക്കും പത്രോസ് ക്രിസ്തുവിലേക്കും നടന്നു. മാനസാന്തരത്തിൽ നിന്നും പാപക്ഷമയുടെ ഫലം വിരിയുവാൻ പാപക്ഷമയുടെ തമ്പുരാനായ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. നിരാശയുടെ വഴിയെ ഒരിക്കലും പോകരുത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ വിശ്വസ്തനും നീതിമാനുമായിരിക്കയാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും നീക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്നാണ് യോഹന്നാന്റെ ലേഖനത്തിലെ സാന്ത്വനപ്രദമായ ഉപദേശം. മൂന്നാമത്, പാപം തകർത്ത ഹൃദയത്തെ ദൈവം പുതുക്കിപ്പണിയും. ജീവിതത്തിൽ വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ ജീവിതം നിരർത്ഥകമാണ്, എല്ലാ വഴികളും അടഞ്ഞു, ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ തോന്നിയേക്കാം. അതൊക്കെ ജഡീക മനസ്സിൻ്റെ അപകട ചിന്തകളാണ്. മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത് എന്ന് പാപിനിയോട് പറഞ്ഞ കർത്താവ് നമ്മെ ഒരിക്കലും തള്ളിക്കളയില്ല. ധൂർത്തപുത്രനെ ഉപാധികളില്ലാതെ സ്നേഹിച്ച പിതാവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നിരാശയുടെ വഴിയെ ഒരിക്കലും വഴിതെറ്റി നടക്കരുത്. ലോകം നമ്മെ വെറുത്താലും തള്ളിക്കളഞ്ഞാലും ഹൃദയം തകർന്നവരെ കരുണയുടെ കരങ്ങളിൽ ചേർത്ത് നിർത്തുന്ന സ്വർഗസ്ഥ പിതാവിനെ ഒരിക്കലും മറക്കരുത്. അരുതാത്ത ചുവടുവയ്പ്പുകളൊന്നും നടത്തരുത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനം നുറുങ്ങിയവരെ അവൻ രക്ഷിക്കുന്നു. നാലാമത്, പശ്ചാത്താപമുണ്ടാക്കുന്ന ഹൃദയ തകർച്ച പാപക്ഷമയുടെ വഴിയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അതൊരു നല്ല കാര്യമാണ്. ചില ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ തകർക്കാൻ അനുവദിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, പുതുക്കി പണിയുവാനാണ്. വിത്ത് മണ്ണിൽ വീണ് ക്ഷയിക്കാതെ പുതിയ നാമ്പ് മുളയ്ക്കില്ല. അതുപോലെ നമ്മിലെ അഹങ്കാരം തകർക്കപ്പെടാതെ ആത്മീയ വളർച്ച സാധ്യമാവില്ല. ഗോതമ്പുമണി നിലത്ത് വീണ് മരിക്കാതിരുന്നാൽ അതിന് ഫലം കായ്ക്കുവാൻ കഴിയയില്ല. മരിച്ചാൽ വളരെ ഫലം കായ്ക്കുമെന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുവചനം നമ്മൾ എപ്പോഴും ഓർക്കണം, പ്രത്യേകിച്ച് ജീവിത പ്രതിസന്ധികളിൽ.
തകർച്ചയിലാണ് ദൈവത്തിൻ്റെ കൃപ ഏറ്റവും ശക്തമായി നമ്മിൽ പ്രവർത്തനക്ഷമമാകുന്നത്. 2 കൊരിന്ത്യർ 15:9-10 വാക്യങ്ങൾ. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. കാരണം ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഹൃദയം തകർന്ന അവസ്ഥയിലായിരിക്കുന്നവരുടെ സമീപത്ത് എന്നും എപ്പോഴും നമ്മുടെ കർത്താവുണ്ട്. ലോകം ഉപേക്ഷിക്കുമ്പോഴും തള്ളിക്കളയുമ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സംശയിക്കരുത്. നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മാനസാന്തരം അവൻ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ തകർന്ന ഹൃദയം അവൻ സൗഖ്യമാക്കും. അവൻ്റെ വിസ്മയ സാന്നിധ്യവും സ്നേഹകരങ്ങളും എന്നും നമ്മോടൊപ്പമുണ്ടായിരിക്കും. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിൽ ആർദ്രവാനാകുന്ന കർത്താവേ, ഞങ്ങളുടെ പരാജയങ്ങൾ, പാപങ്ങൾ, ഹൃദയ മുറിവുകൾ, കുറ്റബോധങ്ങൾ ഇതെല്ലാം അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. തകർന്ന മനസ്സുകളെ സൗഖ്യമാക്കണമേ. നിരാശയുടെ അഗാധങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്നവരെ കൈപിടിച്ച് ഉയർത്തേണമേ. പ്രത്യാശ നൽകണമേ. കർത്താവായ യേശുവേ, പ്രതിസന്ധികളുടെ തിരകളിൽപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോയവരെ തിരുസാന്നിധ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ. തകർന്ന ഭവനങ്ങളെയും ബന്ധങ്ങളെയും ജീവിതങ്ങളെയും അനുരഞ്ജനത്തിലും സൗഹൃദത്തിലുമൊക്കെ യഥാസ്ഥാനപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, താഴ്മയും മാനസാന്തരവും വിശുദ്ധിയും കൊണ്ട് ഞങ്ങളെ നവീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ആലയങ്ങളായി അഭിഷേകം ചെയ്യണമേ. ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.